ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി NCERTയുടെ 11ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. വളരെ പ്രധാനപ്പെട്ട ജോഗ്രഫിയുടെ ഒരു ടെക്സ്റ്റ് ബുക്കാണിത്. ഇത് UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ നിർബന്ധമായും വായിച്ചിരിക്കേണ്ടതാണ്. നമുക്കിതിലെ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെ ഒരു ബ്ലൂയിഷ് കളറിലാണ് നമുക്കത് കിട്ടുന്നത്. നിങ്ങൾക്ക് ഷോപ്പുകളിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാൻ കഴിയും, ഇല്ലെങ്കിൽ ചില ആപ്സൊക്കെ ഉണ്ട്, ആപ്സിലൊക്കെ ഇത് കിട്ടും. ഓക്കെ, എന്തൊക്കെയാണ് ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് നോക്കാം. ആദ്യം പുതിയത് വാങ്ങുകയാണെങ്കിൽ 50 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നത്. സ്വന്തമായിട്ടൊരു പുസ്തകം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്, കാരണം നമുക്ക് റിവിഷനൊക്കെ നടത്തണം, അണ്ടർലൈൻ ചെയ്യണം, റിവിഷൻ നടത്തണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് സ്വന്തമായിട്ടൊരു പുസ്തകം ഉണ്ടെങ്കിൽ നല്ലത്. പിന്നെ ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യാം, അണ്ടർലൈൻ ചെയ്ത് സൂക്ഷിച്ചാൽ മതി, PDF. എനിവേ, ഇതാണ് കണ്ടൻറ്റ്. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് നോക്കാം. ജോഗ്രഫി രണ്ട് കാര്യമാണ് നമുക്ക് ജോഗ്രഫിയിൽ പഠിക്കാനുള്ളത്. ഒന്ന് ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിവർ സിസ്റ്റം, അതുപോലെ തന്നെ സോയിൽ സിസ്റ്റം, വെജിറ്റേഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ ജനറൽ ജോഗ്രഫിയാണ് പഠിക്കാനുള്ളത്, ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറഞ്ഞുകൊണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് നോക്കാം. ജോഗ്രഫി, see how many chapters are there? 6 chapters are there. First one, എന്താണ് ജോഗ്രഫി എന്നാണ് ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ജോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ, അതെങ്ങനെയാണ്, ഏത് വേർഡിൽ നിന്ന് വന്നതാണ്, എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് എന്നൊക്കെയാണ്. രണ്ടാമത്തത് ഭൂമിയെക്കുറിച്ചാണ്, അതിൻ്റെ ഒറിജിൻ, അതുപോലെ തന്നെ ഭൂമി, അതിൻ്റെ ഇവല്യൂഷൻ, എങ്ങനെയാണ് ഇന്നത്തെ രൂപത്തിലേക്ക് ഭൂമി മാറിയത്. ഇനി ഭൂമിയുടെ ഇൻറ്റീരിയർ ഭാഗത്ത്, അതായത് ഭൂമിയുടെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്. പിന്നെ ഉള്ളത് ഓഷ്യൻസ്, കോണ്ടിനെൻറ്റ്സ്, ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അഥവാ സമുദ്രങ്ങളും മറ്റുള്ള കോണ്ടിനെൻറ്റ്സും, ഇതിൻ്റെ വിതരണം എങ്ങനെയാണ് എന്നുള്ളത്. അടുത്തത് ലാൻഡ് ഫോംസ്, മിനറൽസ്, റോക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ്, എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്. ജിയോമോർഫിക് പ്രോസസ്സ്, ലാൻഡ് ഫോംസ് ആൻഡ് ദ റിവല്യൂഷൻ, വിവിധ തരത്തിലുള്ള ഭൂരൂപങ്ങൾ, അതെങ്ങനെയാണ് ഉണ്ടായി വന്നിട്ടുണ്ടാവുക. പിന്നെ ഉള്ളത് ക്ലൈമറ്റാണ്. ക്ലൈമറ്റ്, എന്തൊക്കെ ടൈപ്പ് ക്ലൈമറ്റാണുള്ളത്. ഓക്കെ, കമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സും കാര്യങ്ങളൊക്കെ, സോളാർ റേഡിയേഷൻ, ഹീറ്റ് ബാലൻസ് ആൻഡ് ടെമ്പറേച്ചർ, ദെൻ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ, കാറ്റ്, മറ്റുള്ള കാര്യങ്ങൾ, വെതർ സിസ്റ്റംസ്, വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ, വേൾഡ് ക്ലൈമറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വാട്ടർ, വെള്ളം, ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ സമുദ്രത്തിലെ പുഴകൾ അല്ലെങ്കിൽ സ്ട്രീംസ്, അല്ലെങ്കിൽ ഓഷ്യൻ കറൻസ് എന്ന് പറയും. പിന്നെയുള്ളത് ലൈഫ് ഓൺ എർത്ത്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഓരോ ചാപ്റ്റർ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ, ജോഗ്രഫി ആസ് എ ഡിസിപ്ലിൻ. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഏത് വേർഡിൽ നിന്നാണ് ഇത് ഉണ്ടായത്, എപ്പോഴാണ്, അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇത് വല്ലാതെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ല ഫസ്റ്റ് ചാപ്റ്റർ, എന്നാലും ഒരാവർത്തി വായിച്ച് നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഫിസിക്കൽ ജോഗ്രഫി ആൻഡ് നാച്ചുറൽ സയൻസ്, ഓക്കെ, ജോഗ്രഫി ആസ് സോഷ്യൽ സയൻസ്, എറ്റ്സെട്ര. ദെൻ ബ്രാഞ്ചസ് ഓഫ് ജോഗ്രഫി, എന്തൊക്കെ ടൈപ്പ് ജോഗ്രഫിയാണുള്ളത്. ബ്രാഞ്ചസ് ഓഫ് ജോഗ്രഫി ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് അപ്രോച്ച്, എന്തൊക്കെ ടൈപ്പ് ജോഗ്രഫിയാണുള്ളത് നോക്കാം. ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫി, ദെൻ ഹ്യൂമൻ ജോഗ്രഫി. സോഷ്യൽ കൾച്ചറൽ ആസ്പെക്റ്റ് ഓഫ് ജോഗ്രഫി ഈസ് കോൾഡ് ഹ്യൂമൻ ജോഗ്രഫി. ഓക്കെ, പോപ്പുലേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ്സ്, എക്കണോമിക് ജോഗ്രഫി, ദെൻ ഹിസ്റ്റോറിക്കൽ ജോഗ്രഫി. ദെൻ ഫിസിക്കൽ ജോഗ്രഫിയിൽ ജിയോമോർഫോളജി, ക്ലൈമറ്റോളജി, ഹൈഡ്രോളജി, സോയിൽ ജോഗ്രഫി, എറ്റ്സെട്ര നോക്കാം. അടുത്തത് ടൈപ്സൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കുക എങ്ങനെയാണുള്ളത്. ദെൻ ബ്രാഞ്ചസ് ഓഫ് ജോഗ്രഫി ബേസ്ഡ് ഓൺ റീജിയണൽ അപ്രോച്ച്. ഓക്കെ, വായിച്ച് നോക്കുക. പിന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും പിന്നിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ആൻസർ റൈറ്റിംഗ് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഫസ്റ്റ് റീഡിങ്ങിൽ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സെക്കൻഡ് റീഡിങ്ങിലൊക്കെ ചെയ്യാൻ പറ്റും. ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക.
രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇമ്പോർട്ടൻ്റ്, ഇത് എർത്ത്. ഓക്കെ, എർത്തിനെ കുറിച്ചുള്ളത്. എന്തൊക്കെയാണ് ഭൂമിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? ഒറിജിൻ ഓഫ് എർത്ത്, എങ്ങനെയാണ് ഭൂമി ഇവോൾവ് ചെയ്തത്, അതിൻ്റെ തിയറികൾ. ഓക്കെ, മോഡേൺ തിയറീസ്, ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്, പല പല തിയറികളുണ്ട്. ആ തിയറികളൊക്കെയാണ് പറയുന്നത്. സ്റ്റാർ ഫോർമേഷൻ ഓഫ് പ്ലാനറ്റ്സ്, അവർ സോളാർ സിസ്റ്റം, മൂൺ, എവല്യൂഷൻ ഓഫ് എർത്ത്, ഇവല്യൂഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഹൈഡ്രോസ്ഫിയർ, ഓരോന്നിൻ്റെ ഇവല്യൂഷൻസൊക്കെ പറയുന്നു. ഓക്കെ, ഇനി ഭൂമിയുടെ ഉള്ളറകളിൽ എന്തൊക്കെയാണ്? ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്. ഓക്കെ, അതിൻ്റെ സോഴ്സുകൾ, എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ച് നമ്മൾ പഠിക്കുക, അതിൻ്റെ സോഴ്സ് എന്തൊക്കെയാണ്. ദെൻ ഡയറക്റ്റ് സോഴ്സ്, ഇൻഡയറക്റ്റ് സോഴ്സസ് ഉണ്ട്. എന്തൊക്കെയാണ് ഇൻഡയറക്റ്റ് സോഴ്സസ്? ഒന്ന് എർത്ത് ക്വേക്കാണ്, ഭൂമി കുലുക്കം വഴി ഭൂമിയിൽ നിന്നുണ്ടാവുന്ന, ഭൂമിയുടെ അടിഭാഗത്തുള്ള പല സംഭവങ്ങളും പുറത്തേക്ക് വരുന്നതൊക്കെയായി ബന്ധപ്പെട്ട്, പിന്നെ അതുപോലെ തന്നെ എർത്ത് ക്വേക്ക് ഉണ്ടാകുമ്പോഴുള്ള വേവ്സ്, അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് ഭൂമിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. എർത്ത് ക്വേക്ക് വേവ്സ്, പി വേവ്സ്, എസ് വേവ്സ്, ഇങ്ങനെയൊക്കെ. പിന്നെ എർത്ത് ക്വേക്കുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്. അതിൻ്റെ സെൻറ്റർ, എപ്പി സെൻറ്റർ, പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻസ്, എങ്ങനത്തെ വേവ്സ് ആയിരിക്കും, പ്രൊപ്പഗേഷൻ ഓഫ് എർത്ത് ക്വേക്ക് വേവ്സ്, പിന്നെ ഷാഡോ സോൺ, ഭൂമി കുലുക്കത്തുമായിട്ട് ബന്ധപ്പെട്ട് ടൈപ്സ് ഓഫ് എർത്ത് ക്വേക്സ് പറയുന്നുണ്ട്, എത്ര ടൈപ്സ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഈ പിക്ചറിൽ വിശദീകരിച്ചിരിക്കുന്നത് ഈ വേവ്സുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ എർത്ത് ക്വേക്കിൻ്റെ സമയത്തുണ്ടാകുന്ന വേവ്സ്, അതിൻ്റെ മൂവ്മെൻറ്റ്, എങ്ങനെയൊക്കെയാണ് വേവ്സ് ട്രാവൽ ചെയ്യുന്നത്, ഏതാണ് ഫസ്റ്റ് സർഫസിലെത്തുന്നത്, ഏതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വേവ് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ എർത്ത് ക്വേക്ക് ഷാഡോ സോൺ എന്ന് പറഞ്ഞാൽ എന്ത്, അതുപോലെ എർത്ത് ക്വേക്ക് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഇഫക്റ്റ് എന്തൊക്കെയാണ്, ഗ്രൗണ്ട് ഷെയ്ക്കിംഗ്, ഡിഫറൻഷ്യൽ ഗ്രൗണ്ട് സെറ്റിൽമെൻറ്റ്, ലാൻഡ് ആൻഡ് മഡ് സോൾസ് എക്സെട്ര വായിച്ച് നോക്കുക. പിന്നെ കുറച്ച് പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് എർത്ത് ക്വേക്കുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് എന്തൊക്കെയാണ് അതിൻ്റെ, ഒന്ന് കോറ്, മാൻഡിൽ, അതുപോലെ തന്നെ ക്രസ്റ്റ്. ഇത് നമുക്ക് മുമ്പേ അറിയുന്നതാണ്. പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കുറേ പോയിൻറ്റ്സ്, NCERTയുടെ പ്രത്യേകത, ഇതിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പുസ്തകങ്ങളാണെങ്കിൽ പോലും അതിലുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ചെറിയ ചെറിയ പോയിൻറ്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്ത്, മാൻഡിലിൽ കാണപ്പെടുന്ന വിവിധ തരം പദാർത്ഥങ്ങൾ എന്ത്, അതുപോലെ തന്നെ കോറിൽ ഏതൊക്കെയാണ് കാണപ്പെടുക, എന്തൊക്കെയാണ് അതിൽ ഭൂവൽക്കത്തിലുണ്ടാവുന്ന, അല്ലെങ്കിൽ മറ്റുള്ള ഉള്ളറകളിൽ ഓരോ സംവിധാനം, ഇപ്പം മഗ്നീഷ്യം എവിടെ കാണുന്നു, മറ്റുള്ള മിനറൽസ് എവിടെ കാണപ്പെടുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കാം. ദെൻ കോറ്, ദെൻ വോൾക്കാനസ്. എർത്ത് ക്വേക്ക് കഴിഞ്ഞ് വോൾക്കാനസ് എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. എത്ര ടൈപ്പ് വോൾക്കാനസ് ഒക്കെയാണ്, ഷീൽഡ് വോൾക്കാനസ്, അതിൻ്റെ രൂപം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിൽ കാണുക. പിന്നെ സിൻഡർ കോൺ, ദെൻ കോമ്പോസിറ്റ് വോൾക്കാനോസ് എക്സെട്ര. ഇനി വോൾക്കാനോ കൊണ്ടുണ്ടാവുന്ന ഭൂരൂപങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, ആ സംഭവങ്ങളാണ് ഈ പറയുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ എഴുതി നോക്കുക. നാലാമത്തെ ചാപ്റ്ററിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ്, നമ്മുടെ വൻകരകളും അതുപോലെ തന്നെ സമുദ്രങ്ങളും എങ്ങനെയാണ് ഉള്ളത്, എവിടെയൊക്കെയാണുള്ളത്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എവിടെയൊക്കെയാണ്. പിന്നെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി, കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയുടെ എവിഡൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ദെൻ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയുടെ എവിഡൻസ്, അത് ഓരോന്നായിട്ട് പറയുന്നത്. ടില്ലേറ്റ്, പ്ലേസർ ഡെപ്പോസിറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോസിൽസ്. ദെൻ അതെന്താണ് ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറയുന്നത്, ഫോഴ്സ് ഓഫ് ഡ്രിഫ്റ്റിംഗ് എന്താണ്, പോസ്റ്റ് ഡ്രിഫ്റ്റ് സ്റ്റഡീസ് തുടങ്ങിയ കാര്യങ്ങൾ ആ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓഷൻ ഫ്ലോർ കോൺഫിഗറേഷൻ, എന്തൊക്കെയാണ് ഓഷൻ, ഈ പിക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലുള്ള ഓരോ ടേമും ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് ഹയസ്റ്റ് മൗണ്ടെയിൻ, ആവറേജ് ഹൈറ്റ്, കോണ്ടിനെൻ്റൽ സ്ലോപ്പ്, സീ ലെവൽ, ആവറേജ് ഡെപ്ത്, ഓഷ്യൻ ബേസിൻ ഫ്ലോർ, ഡീപ്പസ്റ്റ് ഓഷ്യൻ. നമ്മൾ മറ്റുള്ള കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവൽ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കുറച്ചും കൂടെ ടേംസ് ഇതിൽ വരുന്നുണ്ട്, പിന്നെ നോക്കാം. ഓക്കെ, ദെൻ വോൾക്കാനോസും മിഡ് ഓഷ്യാനിക് റിഡ്ജ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. മിഡ് ഓഷ്യാനിക് റിഡ്ജ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എർത്ത് ക്വേക്സ് ആൻഡ് വോൾക്കാനോസ്. ഡിസ്ട്രിബ്യൂഷൻ എവിടെയൊക്കെയാണ് നമ്മൾ പൊതുവായിട്ട് ഭൂമി കുലുക്കവും അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും കണ്ടുവരുന്നത്. അടുത്തത് കൺസെപ്റ്റ് ഓഫ് സീ ഫ്ലോർ സ്പ്രെഡിങ്. സീ ഫ്ലോർ
സ്പ്രെഡ് ചെയ്യുന്ന ആയിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. ഇനി അടുത്തത് പ്ലേറ്റ് ടെക്ടോണിക്സ്. പ്ലേറ്റ് ടെക്ടോണിക്സ് നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ചെറിയ ക്ലാസ്സുകളെ പഠിച്ചിട്ടുണ്ട്. പ്ലേറ്റുകളായിട്ടാണ് നമ്മുടെ ഭൂമി ഉണ്ടായിരുന്നത്. അതിങ്ങനെ മൂവ് ചെയ്യുന്നു. ചില പ്ലേറ്റ്സ് മറ്റു പ്ലേറ്റുമായിട്ട് കൂട്ടിമുട്ടുന്നു. ചിലത് ഭൂമിക്ക് അടിയിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിൻ്റെ അടിയിലേക്ക് പോകുന്നു, തെന്നി മാറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചതാണ്. ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഏരിയയിൽ പഠിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്, ചിത്രത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ദെൻ ബൗണ്ടറീസ്, രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള കാര്യമാണ് പറയുന്നത്. ഡൈവേർജൻ്റ് ബൗണ്ടറീസ്, രണ്ട് പ്ലേറ്റുകൾ അകന്നു മാറുന്നത്. കൺവേർജൻ്റ് ബൗണ്ടറീസ്, രണ്ട് പ്ലേറ്റുകൾ കൂട്ടിമുട്ടുന്നത്. ട്രാൻസ്ഫോം ബൗണ്ടറീസ്, പരസ്പരം ടാൻജൻ്റായിട്ട് മൂവ് ചെയ്യുന്നത്. ദെൻ റേറ്റ്സ് ഓഫ് മൂവ്മെൻറ്റ്, ഫോഴ്സ് ഫോർ ദ പ്ലേറ്റ് മൂവ്മെൻറ്റ്, എറ്റ്സെട്ര. മൂവ്മെൻറ്റ് ഓഫ് ദ ഇന്ത്യൻ പ്ലേറ്റ്, ഇനി ഇന്ത്യൻ പ്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതെങ്ങനെയാണ് ഇന്ത്യൻ പ്ലേറ്റ് മൂവ് ആയത് ചിത്രം കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ. പിന്നെ ക്വസ്റ്റ്യൻസ്. മൂന്നാമത്തെ യൂണിറ്റാണ് ലാൻഡ് ഫോംസ്. ലാൻഡ് ഫോംസിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? മിനറൽസ് ആൻഡ് റോക്സ്. ഏതൊക്കെ മിനറൽസിനെ കുറിച്ചാണ്? ആദ്യം പറയുന്നത് നമ്മുടെ എയറിനെ കുറിച്ചാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ്. അതിൽ ഏതൊക്കെ വാതകങ്ങളാണ് കൂടുതൽ കാണപ്പെടുന്നത് എന്നൊക്കെ ടേബിൾ തന്നിട്ടുണ്ട്. ടേബിള് ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം, അയൺ, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, ഇതിലേതൊക്കെയാണ്? ഇങ്ങനെയൊക്കെ പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്. ഒന്ന്, ഏറ്റവും കൂടുതൽ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന മൂലകം ഏത്? അതുപോലെ തന്നെ എയറിൽ, അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് ഏതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ്. ദെൻ അടുത്തത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്, ഓക്കെ, വായിച്ച് നോക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ. നെക്സ്റ്റ്, സം മേജർ മിനറൽസ് ആൻഡ് ദർ ക്യാരക്ടറിസ്റ്റിക്സ്. ഫീൽസ്പാർ, ക്വാർട്സ്, പൈറോക്സിൻ, ആംഫിബോൾ, മൈക്ക, ഒലിവിൻ, എറ്റ്സെട്ര. ദെൻ മെറ്റാലിക് മിനറൽസ്, നോൺ മെറ്റാലിക് മിനറൽസ് ടൈപ്സ് ആണ്. മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നോൺ മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നെക്സ്റ്റ്, റോക്സ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടൈപ്സ്? ഇഗ്നിയസ് റോക്സ് ഉണ്ട്, സെഡിമെൻ്ററി റോക്സ് ഉണ്ട്, അതുപോലെ തന്നെ മെറ്റാമോർഫിക് റോക്സ് ഉണ്ട്. ഭൂമി ഉലുക്കം അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് ഇഗ്നിയസ് റോക്സ്. സെഡിമെൻ്ററി റോക്സ് എന്ന് പറഞ്ഞാൽ ഫോസിലൊക്കെ അടിഞ്ഞുകൂടി ഉണ്ടാവുന്ന റോക്സ്. പിന്നെ മെറ്റാമോർഫിക് റോക്സ് എന്ന് പറഞ്ഞാൽ പിന്നീട് രൂപമാറ്റം വന്നുകൊണ്ടുണ്ടാവുന്ന റോക്സ്. ദെൻ റോക്ക് സൈക്കിൾ, എങ്ങനെയാണ് ഒരു റോക്ക് മണ്ണാവുന്നത്, മണ്ണെങ്ങനെ പിന്നെയും റോക്കാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സൈക്കിളാണ് ഇതിൽ ചിത്രം തന്നിട്ടുണ്ട്. ഇത് വായിച്ച് നോക്കുക, പിക്ചർ നോക്കുക, മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ്, ജിയോമോർഫിക് പ്രോസസ്സ്. എന്തൊക്കെയാണ് ജിയോമോർഫിക് പ്രോസസ്സ്? എന്താണ് ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? അടുത്തത് ഓക്കെ, എൻഡോജനിക് പ്രോസസ്സ് ആൻഡ് എക്സോജനിക് പ്രോസസ്സ്. എന്തൊക്കെയാണ് എൻഡോജനിക് പ്രോസസ്സ് എന്ന് പറയാം? ഡയാസ്ട്രോഫിസം, വോൾക്കാനിസം. ഓക്കെ, ഭൂമിയുടെ ഉള്ളറകളിൽ നിന്നുണ്ടാകുന്ന പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഫോഴ്സുകൾ കൊണ്ടുണ്ടാകുന്ന രൂപമാറ്റം. എക്സോജനിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഏജൻസികൾ മൂലം ഉണ്ടാകുന്ന രൂപമാറ്റങ്ങൾ. ദ എനർജീസ് ഡിറൈവ്ഡ് ഫ്രം അറ്റ്മോസ്ഫിയർ. ഓക്കെ, അതാണ് എക്സോജനിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സൂര്യപ്രകാശം കൊണ്ടുണ്ടാകുന്നത്, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. ഓക്കെ, നെക്സ്റ്റ്, വെതറിങ്, അതായത് പാറ പൊടിഞ്ഞ് മണ്ണാവുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഏജൻസികൾ, കെമിക്കൽ വെതറിങ് പ്രോസസ്സ്, കെമിക്കൽ റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന പാറ പൊടിയൽ, കാർബണേഷൻ, വിവിധ സംഭവങ്ങൾ, കാർബണൈസേഷൻ, ഹൈഡ്രേഷൻ, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന കാര്യങ്ങൾ. ദെൻ എക്സ്പാൻഷൻ, ഇതൊക്കെ വെതറിങ്ങിൻ്റെ റീസൺസ് ആണ് പറയുന്നത്. അല്ല, എങ്ങനെയാണ് വെതറിങ് നടക്കുന്നതെന്ന്. സാൾട്ട് വെതറിങ്, ബയോളജിക്കൽ ആക്ടിവിറ്റി ആൻഡ് വെതറിങ്, സ്പെഷ്യൽ എഫക്ട്സ് ഓഫ് വെതറിങ്, എക്സ്ഫോലിയേഷൻ, ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് വെതറിങ്. ഇങ്ങനെ വെതറിങ് ഉണ്ടാകുന്നതുകൊണ്ടുള്ള ഉപകാരം എന്ത്, നേട്ടങ്ങൾ എന്ത് എന്നൊക്കെ. ഇനി മാസ് മൂവ്മെൻറ്റ്.
ഭൂമിയുടെ ചില ഭാഗങ്ങൾ ഒന്നായിട്ട് ഇടിഞ്ഞ് തകർന്ന് വീണ് പോവുക, അതാണ് മാസ് മൂവ്മെൻറ്റ്. എന്തൊക്കെ ടൈപ്പ് മാസ് മൂവ്മെൻറ്റ്? സ്ലോ മൂവ്മെൻറ്റ്സ് ടൈപ്സ് ആണ് പറയുന്നത്, സ്ലോ മൂവ്മെൻറ്റ്സ്. ഓക്കെ, ഇതിൽ കുറച്ച് റിലേഷൻഷിപ്പ് എമോങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാസ് മൂവ്മെൻറ്റ്സ്, ദർ റിലേറ്റീവ് റേറ്റ്സ് ഓഫ് മൂവ്മെൻറ്റ്സ് ആൻഡ് മോയ്സ്ചർ ലിമിറ്റ്സ് എക്സെട്ര ഒരു ഇത് തന്നിട്ടുണ്ട്. ഫ്ലോ, ഫാസ്റ്റ്, വെറ്റ് എന്ന റോക്ക് സ്ലൈഡ്, ടാലസ് ക്രീപ്പ്, ലാൻഡ് സ്ലൈഡ്, സോയിൽ ക്രീപ്പ്, സോളിഫെക്ഷൻ, എർത്ത് ഫ്ലോ, മഡ് ഫ്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്താണ് അത് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റാപ്പിഡ് മൂവ്മെൻറ്റ്, ഓക്കെ, എക്സെട്ര. പിന്നെ ഇറോഷൻ ആൻഡ് ഡിപ്പോസിഷൻ, ഭൂമി അല്ലെങ്കിൽ ഭൂരൂപങ്ങൾക്ക് സംഭവിക്കുന്ന ഇറോഷൻ, പിന്നെ ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ആവാം, വാട്ടർ ആവാം, ഇതൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. സോയിൽ ആൻഡ് സോയിൽ കണ്ടൻറ്റ്, അടുത്തത് വേറൊരു ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ ഏരിയയാണ് സോയിൽ ഫോർമേഷൻ, പ്രോസസ് ഓഫ് സോയിൽ ഫോർമേഷൻ, ദെൻ സോയിൽ ഫോമിംഗ് ഫാക്ടേഴ്സ്. ഇനി ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ അതിൽ ഏതൊക്കെ തരത്തിലുള്ള മണ്ണുകളാണ്, എവിടെയൊക്കെയാണ് മണ്ണുള്ളത്, ലാറ്ററൈറ്റ് മണ്ണ് ഏറ്റവും കൂടുതൽ എവിടെയാണ് കാണപ്പെടുന്നത്, പരുത്തി ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മണ്ണ് എവിടെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ പഠിക്കും. പുറമെ ഇത് ജനറലായിട്ട് നമ്മൾ പഠിച്ചു വെക്കുക, എങ്ങനെ എന്താണ് സോയിൽ എന്നുള്ളത്, ടോപ്പോഗ്രഫി, ക്ലൈമറ്റ്, ബയോളജിക്കൽ ആക്ടിവിറ്റി എക്സെട്ര. ഇനി ലാൻഡ് ഫോംസ് ആൻഡ് ദർ ഇവല്യൂഷൻ, വിവിധ തരത്തിലുള്ള ലാൻഡ് ഫോംസ് ആണ് നോക്കാം. റണ്ണിങ് വാട്ടർ, വെള്ളം ഒഴുകുന്നത് കൊണ്ടുണ്ടാകുന്ന ലാൻഡ് ഫോംസ്, യൂത്ത്, മെച്ചർ, ഓൾഡ്. ഇത് ഈ റിവറിൻ്റെ അല്ല, റണ്ണിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ റിവറാണല്ലോ, റിവറിൻ്റെ ഓരോ ഫോംസാണ് വളരെ യൂത്ത്ഫുൾ ആയിട്ടുള്ളത്, മെച്ചർ ഫോമായിട്ട്, ഓൾഡ് ഫോം ആയിട്ടുള്ളത്. അപ്പോൾ സ്പീഡ് കുറയുന്നത്, കുത്തനെ ഒഴുകുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വായിച്ച് നോക്കുക. ഇനി വാലീസ്, താഴ്വരകൾ ഉണ്ടാകും. ചില നല്ല ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് മൾട്ടി കളറിലാണ്, വളരെ ഭംഗിയുണ്ടായിരുന്നതിന്. ദ വാലി ഓഫ് കാവേരി റിവറിൻ്റെ വാലി, വേറൊരു ഷേപ്പിലുണ്ടാകുന്ന മെൻഡേഴ്സ് എന്നാണ് നിങ്ങൾ പറയുക. ശരിക്കും മെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നദികൾ സാധാരണ നേരെ ഒഴുകി വരാം, അതേസമയത്ത് അവിടെ ഇവിടെ തട്ടിത്തിരിഞ്ഞ് ഇങ്ങനെ കറങ്ങി പോവാം. ഇങ്ങനെ കാലാകാലമായിട്ട് കറങ്ങി പോകുന്ന സമയത്ത് ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയി വരും. പിന്നെ ഇത് മുറിഞ്ഞിട്ട് വേറൊരു ഒരു തടകമായിട്ട് പോകും, ഇതിങ്ങനെ ആയിട്ട് വരും. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് മെൻഡേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വിശദമായിട്ട് നമുക്ക് ക്ലാസ്സിലെടുക്കാം. ഇത് വെറുതെ ഈ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. പാത്ത് ഹോൾസ് ആൻഡ് പ്ലഞ്ച് പൂൾസ്, ഇൻസൈസ്ഡ് ഓർ എൻട്രെഞ്ച്ഡ് മെൻഡേഴ്സ്, റിവർ ടെറേസ്, ഡെപ്പോസിഷൻ ലാൻഡ് ഫോംസ്, അലൂവിയൽ ഫോംസ്, ഡെൽറ്റകൾ നമ്മൾക്ക് അറിയുന്നതാണ്, ഫ്ലഡ് പ്ലെയിൻസ്, നാച്ചുറൽ ലെവൽസ് ആൻഡ് പോയിൻറ്റ്സ്. ഓക്കെ, ഹിയർ നാച്ചുറൽ ലെവൽ ആൻഡ് പോയിൻ്റ് ബസ്, ചില രൂപങ്ങളാണ് വേണ്ടത്. മെൻഡേഴ്സ് എങ്ങനെ ഉണ്ടാകുന്നതെന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്സ്ബോ ലേക്ക്, ഇങ്ങനത്തെ ടേംസൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം, പല സ്ഥലത്തും ഇത് ഉപയോഗിക്കും. അപ്പോൾ എന്താണതെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. ഇപ്പം മെയിൻസ് എക്സാമിനാണെങ്കിലും പ്രിലിംസ് എക്സാമിനാണെങ്കിലും മറ്റുള്ള PSC പോലത്തെ എക്സാംസിനാണെങ്കിൽ പോലും ഈ ടേംസ് നമ്മൾ പഠിച്ചു വെക്കണം, എന്നാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഓക്സ്ബോ ലേക്ക്. ഓക്കെ, ഇതൊക്കെ വായിച്ച് നോക്കുക, ചിത്രങ്ങളൊക്കെ നോക്കുക. ശരി. ബ്രൈഡഡ് ചാനൽസ്, സ്വാലോ ഹോൾ ഇൻ സെക്ഷൻ, സിങ്ക് ഹോൾ, സെക്ഷൻ ഓഫ് കൊളാപ്സ് സിങ്ക് എറ്റ്സെട്ര. ചിത്രം നോക്കുക. ഗ്രൗണ്ട് വാട്ടർ, ഇനി ഭൂമിക്കടിയിലെ വെള്ളത്തെക്കുറിച്ചാണ്. പിന്നെ പൂൾസ്, സിങ്ക് ഹോൾസ്, ലാപ്പീസ് ആൻഡ് ലൈംസ്റ്റോൺ പേയ്മെൻറ്റ്സ്, കേവ്സ്, ഡിപ്പോസിഷൻ ലാൻഡ് ഫോംസ്, സാറ്റലിസ്റ്റിക്, വിവിധ കേവുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, ഗ്ലേഷ്യേഴ്സ്, മഞ്ഞുമലകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇറോഷൻ ലാൻഡ് ഫോംസ്, ഇങ്ങനെ ഭൂമിൻ്റെ അല്ലെങ്കിൽ കുന്നും മലകളൊക്കെ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോയി പിന്നെ ഉണ്ടാവുന്ന രൂപങ്ങൾ, സിർക്ക്, ഹോൺസ് ആൻഡ് സെറേറ്റഡ് റിഡ്ജസ്, ഗ്ലേഷ്യസ് വാലീസ് ത്രൂ ട്രഫ്സ്, ഡിപ്പോസിഷൻ ലാൻഡ് ഫോംസ്, ചെയ്തുണ്ടാവുന്ന ലാൻഡ് ഫോംസ്, മണ്ണ് ഒഴുകി വന്നിട്ട് അല്ലെങ്കിൽ റിവറിൻ്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ എയർ കൊണ്ടൊക്കെ
പല മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ലാൻഡ് ഫോംസ് ഡിപ്പോസിഷൻ നടക്കുന്നു, അതുകൊണ്ട് ഉണ്ടാകുന്ന രൂപങ്ങൾ. മറൈനേഴ്സ്, എസ്കേസ്, ഔട്ട്വാഷ് പ്ലെയിൻസ്, ഡ്രംലിൻസ്. വേവ്സ് ആൻഡ് കറൻസ്. അടുത്തത് കോസ്റ്റാണ്, അതായത് സീയുമായിട്ട് ബന്ധപ്പെട്ട്. സീയിൽ അല്ലെങ്കിൽ നമ്മുടെ സമുദ്രത്തിലുണ്ടാകുന്ന വേവ്സ്, വിവിധ തരത്തിലുള്ള കറൻസ് എന്ന് പറഞ്ഞാൽ നദികളാണ്. ഈ സമുദ്രത്തിലെ നദികളെയാണ് നമ്മൾ കറൻസ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറൻസ്. ഓക്കെ. ദെൻ സെഡിമെൻ്ററി കോസ്റ്റ്, ലോ സെഡിമെൻ്ററി കോസ്റ്റുകൾ, വിവിധ തരം കോസ്റ്റുകളെ കുറയാൻ. ഇറോഷണൽ ലാൻഡ് ഫോംസ്. നെക്സ്റ്റ് ക്ലിഫ്സ്, ടെറേസസ്, കേവ്സ് ആൻഡ് സ്റ്റാക്സ്. ഇതൊക്കെ എന്താണ്? ഈ ടേമൊക്കെ പഠിച്ചു വെക്കണം. എന്താണ് ഈ ക്ലിഫ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ ടെറേസസ് എന്ന് പറഞ്ഞാൽ എന്താ? കേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ UPSCയുടെ പൊതുവെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അവർ കൺഫ്യൂസിങ് ഫാക്ട്സ് സെൻറ്റൻസ് ആക്കി തരികയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും കൺഫ്യൂസ് ആവും. നെക്സ്റ്റ് ഈസ് ബീച്ചസ് ആൻഡ് ഡ്യൂൺസ്. ബീച്ച് എന്താണെന്ന് നമുക്കറിയാം. ഡ്യൂൺസ് എന്ന് പറഞ്ഞാൽ ഈ മലയടിവാരത്തിലൊക്കെ ഉണ്ടാകുന്ന ചിലതരം രൂപങ്ങൾ അല്ലെങ്കിൽ വാലി പോലത്തെ സംവിധാനങ്ങൾ, അതാണ് ഡ്യൂൺസ്. നമ്മൾ കേട്ടിട്ടുണ്ട്, ഡെറാഡൂൺ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ്. ബാർസ്, ബാരിയേഴ്സ് ആൻഡ് സ്പിറ്റ്സ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞാലും നോക്കുക. വിൻഡ്. നെക്സ്റ്റ് ഈസ് വിൻഡ്, കാറ്റുകളെ കുറിച്ചാണ്. കാറ്റ് കൊണ്ടുവരുന്ന ചില ലാൻഡ് ഫോമിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ. അതുകൊണ്ട് കാറ്റിനെ കൊണ്ടുണ്ടാവുന്ന ലാൻഡ് ഫോംസ്. ഇറോഷണൽ ലാൻഡ് ഫോംസ്, പെഡിമെൻറ്റ്സ് ആൻഡ് പെഡിപ്ലെയിൻസ്, പ്ലേസ്, ഡിഫ്ലേഷൻ, ഹോലോസ് ആൻഡ് കേവ്സ്, മഷ്റൂം, ടേബിൾ ആൻഡ് പെഡസ്ട്രൽ റോക്സ്, ഡിപ്പോസിഷണൽ ലാൻഡ് ഫോംസ്. ഓക്കെ, ചാപ്റ്റർ കഴിഞ്ഞു. ലിറ്റിൽ ബിറ്റ് സ്പീഡപ്പ്. നാലാമത്തത് എന്താണ്? നാലാമത്തത് ക്ലൈമറ്റാണ്. ക്ലൈമറ്റ് നമുക്കിങ്ങനെ കണക്ഷനായിട്ട് ഓർത്ത് വെക്കുക. ഭൂരൂപങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ മണ്ണിനങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. മണ്ണിനങ്ങൾ അറിഞ്ഞാൽ റിവർ സിസ്റ്റം കൂടെ അറിഞ്ഞാൽ ഏതൊക്കെ, അല്ലെങ്കിൽ മഴ പെയ്യുന്നതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെജിറ്റേഷൻസ് എന്തൊക്കെയാണുള്ളതെന്ന് അറിയാം. ഇനി വെജിറ്റേഷൻ കഴിഞ്ഞാൽ നമുക്ക് റെയിൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. ഇങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്ത് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരു റൗണ്ട് ഫുള്ള് വായിച്ച് തീർക്കുക. രണ്ടാമത്തെ സെറ്റിൽ മാത്രം അണ്ടർലൈൻ ചെയ്യാൻ പാടുള്ളൂ. കാരണം ആദ്യം വായിക്കുമ്പോൾ നമുക്ക് ഐഡിയ ഒന്നും ഉണ്ടാവില്ല. മൊത്തത്തിലൊരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ശരിക്കും വായിക്കാൻ തുടങ്ങേണ്ടത്. വായിക്കണം ആദ്യത്തെ പ്രാവശ്യം തന്നെ. രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഇനി നിർബന്ധമാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ പെൻസിലുകൊണ്ട് അണ്ടർലൈൻ ചെയ്യുക. രണ്ടാമത്തെ സെക്കൻഡ് റീഡിങ്ങിൽ മാത്രമേ പെന്ന് കൊണ്ട് അണ്ടർലൈൻ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഒരു തേർഡ് റീഡിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എക്സാക്റ്റ് പോയിൻ്റ് എന്താണെന്ന് മനസ്സിലാവും. അത് മാത്രം ഒന്ന് കളർ ചെയ്താൽ കംപ്ലീറ്റ് ആവും. അതല്ലെങ്കിൽ ആ സമയത്ത് നോട്ട്സ് ഉണ്ടാക്കുക തേർഡ് റീഡിങ്ങിൽ. ഓക്കെ. അറ്റ്മോസ്ഫിയറിൻ്റെ കോമ്പോസിഷൻ നമ്മൾ ഫസ്റ്റ് പേജിൽ പാഠത്തിൽ പഠിച്ചതാണ്. സെക്കൻഡ് ചാപ്റ്ററിൽ ഇവിടെ ഒന്നുകൂടി റിപ്പീറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഗ്യാസസ്, വാട്ടർ വേപ്പർ, ഇതൊക്കെ എത്ര ഉണ്ടെന്നാണ്. ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പൊല്യൂഷൻ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഡൽഹി പൊല്യൂഷനൊക്കെ നമ്മൾ എപ്പോഴും അറിയുന്നതാണ്. ഈ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്നൊക്കെ പറഞ്ഞ ചെറിയ പൊടി കണങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ്. ഇപ്പം ഡസ്റ്റ് പാർട്ടിക്കിളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിലുള്ളത്, എത്രത്തോളം ഉണ്ട്, സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ. ഓക്കെ. ദാൻ സോളാർ റേഡിയേഷൻ, ഹീറ്റ് ബാലൻസ് ആൻഡ് ടെമ്പറേച്ചർ. സൂര്യനിൽ നിന്നുള്ള പ്രകാശം, ഈ പ്രകാശം ഭൂമിയിലുള്ള ചൂട് എങ്ങനെ നിലനിൽക്കുന്നു. ഇപ്പം ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എൻവയോൺമെൻറ്റൽ ടച്ചുള്ള ചാപ്റ്റേഴ്സാണ്. ഓക്കെ. സോളാർ റേഡിയേഷൻ, വേരിയബിലിറ്റി ഓഫ് ഇൻസുലേഷൻ അറ്റ് ദ സർഫസ് ഓഫ് ദ എർത്ത്. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ അല്ലെങ്കിൽ സൂര്യൻ്റെ സൺറേസ്. ഓക്കെ. ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് അറ്റ്മോസ്ഫിയർ. ഇയർ നമുക്കറിയാം ഈ ഭൂമിയുടെ രൂപം തന്നിട്ടൊരു ചിത്രം. നമ്മൾ ശരിക്കും ടൈം സോണൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത് പഠിക്കാറുണ്ട്. ഓക്കെ. ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. മലയാളം മീഡിയം പഠിച്ച ആളുകൾക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണ് ഈ പേരൊക്കെ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമ്മൾ ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നൊക്കെയാണ് പഠിച്ചിട്ടുണ്ടാകുക. ഇതൊക്കെ നമ്മൾ ഈ ടേംസൊക്കെ ശരിക്കും പഠിച്ചു വെക്കണം എന്താണത് എന്നുള്ളത്. കാരണം പിന്നെ ഈ ടേംസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇതൊക്കെ എന്തെന്നാണെന്ന് അറിയാം. അതേപോലെ ഈ റീജിയൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും, വേറെ ചാപ്റ്ററിൽ പഠിക്കും. ട്രോപ്പിക്കൽ സോൺ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ സോൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും. എനിവേ ഈ പിക്ചറൊക്കെ നോക്കുക, വായിച്ച് നോക്കുക. ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് അറ്റ്മോസ്ഫിയർ,
Then terrestrial radiation, heat budget of the planet Earth. ഓക്കെ, ഓരോ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ വാട്ടർ ഓരോന്നിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പിക്ചറായിട്ട് തന്നിട്ടുണ്ട്. യെസ്. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ ആൻഡ് വെതർ സിസ്റ്റം. അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ വിൻഡ് സിസ്റ്റമാണ്. ഭൂമിയുടെ മുകളിലൂടെ എയർ മൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇതിൽ അറ്റ്മോസ്ഫിയറിക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്. പിന്നെ നമ്മൾ ഓരോ സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഹീറ്റൊക്കെ എങ്ങനെയാണ് ടെമ്പറേച്ചർ മുകളിലേക്ക് പോകുമ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു, പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, പിന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു, പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോ ലെയറിലും ഇങ്ങനെ മാറ്റമുള്ളതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെച്ചാൽ ജോഗ്രഫി എളുപ്പമാണ്. പിന്നെ കുറച്ച് ടേംസും പഠിച്ചു വെക്കണം. അടുത്തത് അതുപോലെ തന്നെ ഈ പ്രഷർ, ഈ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കുറയാണോ കൂടുകയാണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം. ദെൻ വേരിയേഷൻ ഓഫ് പ്രഷർ, മുകളിലേക്ക് പോകും തോറും പ്രഷർ കൂടുകയാണോ കുറയാണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഐസോബാർസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താ, എക്സെട്ര. ഓക്കെ, ദെൻ ഇവിടെ വെസ്റ്റർലീസ്, ഈസ്റ്റർലീസ്, ട്രേഡ് വിൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ, ഒരു കാരണവശാലും നമുക്ക് മിസ്സാക്കാൻ കഴിയാത്ത ഏരിയകളാണ്. ITCZ ഇതൊക്കെ ഒരു 3-4 പ്രാവശ്യം വായിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടേതായിട്ട് മാറും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് GC ലിയോങ് പോലത്തെ അഡ്വാൻസ്ഡ് ബുക്കുകൾ വായിച്ചാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ NCERT ആണ് ശരിക്കും വായിക്കേണ്ടത്, പഠിക്കേണ്ടത് ആദ്യം. അതാണ് പറയുന്നത്. ഓക്കെ, ഒരു ചാപ്റ്ററും കൂടെ ഉണ്ടായിരുന്നു അല്ലേ, വാട്ടർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഓക്കെ, മഴയും മഞ്ഞും ഫോഗും ക്ലൗഡും ഡ്യൂ, ഫോഗ് ആൻഡ് മിസ്റ്റ്. ദെൻ പ്രസിപ്പിറ്റേഷൻ, എങ്ങനെയാണ് മഴ ഉണ്ടാവാൻ എന്താ കാരണം. 4 o'clock റെയിൻ എന്ന് പറഞ്ഞാൽ എന്ത്, കാൽബക്ഷ് എന്ന് പറഞ്ഞാൽ എന്ത്, വിവിധ ടേംസ് ഇന്ത്യയിലെ പല ഭാഗത്ത്. അത് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും, പക്ഷേ അതിൻ്റെ ബേസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടൈപ്സ് ഓഫ് റെയിൻഫോൾ എന്തൊക്കെയാണ്, ഓറോഗ്രഫിക് റെയിൻഫോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എനിവേ, വേൾഡ് ക്ലൈമറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, പ്രധാനപ്പെട്ട ക്ലൈമറ്റ്, ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ക്ലൈമറ്റ്, ഡ്രൈ ക്ലൈമറ്റ്സ്, അതിൻ്റെ സബ് ടോപ്പിക്സ്, കോൾഡ് സ്നോ ഫോറസ്റ്റ്, പോളാർ ക്ലൈമറ്റ്സ്, ഹൈലാൻഡ് ക്ലൈമറ്റ്സ്, ഓരോ ടൈപ്പ് ക്ലൈമറ്റ്സിനെ കുറിച്ച് ഇതിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ വാട്ടർ, ഓഷ്യനായിട്ട് ബന്ധപ്പെട്ട വീഡിയോ വല്ലാതെ നീണ്ടുപോകും, അതുകൊണ്ട് സ്പീഡാക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് നോക്കുക. ഓക്കെ, അവസാനത്തെ ചാപ്റ്റേഴ്സ് നമ്മൾ സ്പീഡാക്കിയിട്ടുണ്ട്, പക്ഷേ അതിന് ഇമ്പോർട്ടൻസിന് കുറവൊന്നുമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് അവസാനത്തെ ഭാഗങ്ങളും. പ്രത്യേകിച്ച് എൻവിയോൺമെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തതുമാണ്. പിന്നെ മൂവ്മെൻറ്റ്സ് ഓഫ് ഓഷ്യൻ വാട്ടർ, ഇതാണ് ഓഷ്യൻ കറൻസ്. ഓക്കെ, എന്തൊക്കെ തരത്തിലുള്ള ഈ കറൻസാണ്, ഇക്വിറ്റോറിയൽ കറൻസ്, കോൾഡ് കറൻസ്, പിന്നെ വാം കറൻസ്, പ്രധാനപ്പെട്ട വാം കറൻസ് ഏത്, പിന്നെ പ്രധാനപ്പെട്ട കോൾഡ് കറൻസ് ഏത്, പിന്നെ ഫിഷിംഗ് ഗ്രൗണ്ട്സ്, ലാനിന, എൽനിനോ എന്നൊക്കെ പറഞ്ഞ് കുറേ കൺസെപ്റ്റുകൾ അതൊക്കെ ഇതിൽ പറയുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഉണ്ടാവാം. ലൈഫ് ഓൺ ദ എർത്ത്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റംസ്, പിന്നെ ടൈപ്സ് ഓഫ് ബയോംസ്. ബയോം എന്ന് പറഞ്ഞാൽ എന്താ, ഇക്കോസിസ്റ്റം, ഇക്കോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനത്തെ കുറേ ടേംസ് നമ്മുടെ ഇക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടേംസ് ഉണ്ട്. ഈ ടേംസൊക്കെ വായിക്കുക, പഠിക്കുക. ഓക്കെ, ദെൻ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പോവുക, അതാണ് വേണ്ടത്. കുറേ ബൈഹാർട്ടാക്കുകയല്ല വേണ്ടത്, എന്താ സംഭവം എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അറിയാത്ത ടേംസൊക്കെ ഡിക്ഷണറി നോക്കി വായിക്കുക, മനസ്സിലാക്കുക. ഒരു 1-2 റീഡിങ് കഴിയുമ്പോഴത്തേക്ക്, ഫസ്റ്റ് റീഡിങ് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ കാണാം. ഓക്കെ, ഈ NCERT ആയിട്ട് ബന്ധപ്പെട്ട ഓരോന്നിൻ്റെയും വീഡിയോസ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ഉണ്ടാവും, മലയാളത്തിലുണ്ടോ എന്നറിയില്ല. ഏതായാലും അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ട് പിന്നെ രണ്ടാമത്തെ റീഡിങ്ങിൽ പിന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങും. പിന്നെ ഒരു 3ാമത്തെ റീഡിംഗ് ഒക്കെ ആകുമ്പോൾ ചാപ്റ്റർ അല്ലെങ്കിൽ സബ്ജക്റ്റ് നമ്മളെ സ്വന്തമാവും. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ കൺസർവേഷൻ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. ഇതിൽ പറയുന്ന സ്പീഷീസ് ഡൈവേഴ്സിറ്റി, ഇക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഇക്കോളജിക്കൽ റോൾ ഓഫ് ബയോഡൈവേഴ്സിറ്റി, എക്കണോമിക് റോൾ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ. പിന്നെ നമ്മൾ റെഡ് ലിസ്റ്റ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, IUCN. പിന്നെ കുറേ കൺവെൻഷൻസും ഇതൊക്കെ ഉണ്ട്, അത് ഇതിൽ പറയുന്നില്ല. പിന്നീട് നമ്മൾ അഡ്വാൻസ് ലെവൽ വായിക്കാനുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിൽ ടേംസൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ വായിക്കുക. ഈ ടേംസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ടേംസ് എന്താന്ന് നോക്കിയാൽ
പിന്നെ ഒരു റിവിഷൻ ടൈപ്പ് ആയി കിട്ടുകയും ചെയ്യും. താങ്ക് യു വെരി മച്ച്.